നമ്മൾ ന്യൂക്ലിയസ് ആയിരുന്നില്ലേ പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ന്യൂക്ലിയസ് എന്താണ്? കൺട്രോൾ സെന്റർ എന്ന് പറയാവുന്നത് അല്ലെ, സെല്ലിന്റെ കൺട്രോൾ സെന്റർ എന്ന് പറയാവുന്ന ഒരു ഓർഗനലെയാണ് ന്യൂക്ലിയസ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് മെറ്റീരിയൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനൊരു ഓർഗനൽ ആയിട്ട് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. റോബർട്ട് ഹുക്ക് എന്നൊന്നും പറഞ്ഞ് എഴുതരുത്, ഇറ്റ്സ് റോബർട്ട് ബ്രൗൺ. ഓക്കെ, ഇനി അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിനെ നമുക്ക് ബേസിക് ഡൈ വെച്ച് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനൊരു പേരും കൊടുത്തു, ക്രോമാറ്റിൻ. ആ സയന്റിസ്റ്റിന്റെ പേരാണ് ഫ്ലമിംഗ്. ഓക്കെ, ഇനി ദ ഇന്റർഫേസ് ന്യൂക്ലിയസ്. ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കും. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാത്ത ടൈമില് അത് ഇന്റർഫേസിലാണെന്നാണ് പറയാം. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാത്തത്, ഇപ്പൊ ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ സെല്ലില് 24 hours ആണ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ല് ഉണ്ടാവാൻ എടുക്കാന്ന് വിചാരിക്കാം. 24 hour. ഇതില് 23 hours ഈ ആക്ച്വൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഇന്റർഫേസ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് അവരെ കാണാൻ പറ്റുക. അതായത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, നിങ്ങൾ +2 ന്യൂക്ലിയോസോം മോഡലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ന്യൂക്ലിയോസോം. ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ഫോം ഓഫ് അറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ പാക്കിംഗ് ആണ്. അത് കാണാൻ വളരെ ത്രെഡ് ആയിട്ട് എൻടാങ്കിൾ ചെയ്ത് കിടക്കുന്ന, ഹൈലി എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഫോമിലാണ് കാണാം. അതിലുണ്ടാവാൻ പോകുന്നത് DNA മാത്രമല്ല, ക്രോമസോം എന്ന് പറയുമ്പോൾ DNA, ഇറ്റ്സ് നോട്ട് ഓൺലി DNA, ഇറ്റ് വിൽ ബി ഹാവിംഗ് സം പ്രോട്ടീൻസ് ഓൾസോ. അതിലെ മെയിൻ പ്രോട്ടീന്റെ പേര് നിങ്ങൾ +2 പഠിക്കുന്നുണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. DNA itself is a negatively charged molecule. അപ്പൊ അത് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ബേസിക് പ്രോട്ടീൻസ് ആയിട്ടാണ്, ആൻഡ് ദാറ്റ് ഇസ് ഹിസ്റ്റോൺ. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ. ഇനി ഈ ഡയഗ്രത്തിലോട്ട് നോക്കാം, വാട്ട് എൽസ് ഇസ് ദർ ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതേ ഡയഗ്രാം തന്നെ വെറുതെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കാണിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഓൾസോ വെരി സിംപ്ലിഫൈഡ്. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഓർഗനല് ഇസ് സറൗണ്ടഡ് ബൈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്, ആൻഡ് വി കോൾ ഇറ്റ് ആസ് ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയാം. ഇതിനും ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഔട്ടറും ഇന്നറും ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതല്ല, അതിന് അവിടെ ഇവിടെ ആയിട്ട് എന്തുണ്ടെന്ന് പറയുന്നത് പോഴ്സ് ഉണ്ട്. ഈ ന്യൂക്ലിയർ മെംബ്രെയിനില്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഒരു ബോളിനോട് നമ്മൾ അതിനെ ഇത് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിന് കുറെ ഹോൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് ഹോൾസിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോഴ്സ്. ഒബിയസ്ലി നമുക്ക് അതിന്റെ ഫംഗ്ഷനും ഗസ് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് മെറ്റീരിയൽസിനെ പുറത്തോട്ട് പോകാനും, പുറത്തുനിന്നുള്ള അതായത് സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഉള്ളിലോട്ട് വരണമെങ്കിൽ ഈ പോഴ്സിലൂടെയാണ് സാധിക്കുള്ളൂ. ഓക്കെ, സോ അതൊരു ചാനലാണ് ത്രൂ വിച്ച് the material can move from nucleus to cytoplasm and back from the cytoplasm to the nucleus. ഇനി what is inside the nucleus എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെല്ലിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറയുന്ന പോലെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ട് ഒരു മെറ്റീരിയൽ, and that is the nucleoplasm. And inside the nucleoplasm what we have is one is the chromatin ഉണ്ട്. അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ ഒരു chromatin ഉണ്ടായിരിക്കും. ക്രോമാറ്റിൻ കൂടാതെ ഒരു സ്പെറിക്കൽ ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. സ്പെറിക്കൽ സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അവിടെയാണ് RNA സിന്തസിസ് നടക്കുന്നത്. വളരെ ആക്റ്റീവായിട്ട് റൈബോസോമൽ RNA സിന്തസിസ് നടക്കുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? സോ ന്യൂക്ലിയസ്, ഡബിൾ മെംബ്രെയിൻ, ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോപ്ലാസം, ക്രോമാറ്റിൻ, ന്യൂക്ലിയോലസ്. ഇനി ഇത് നേരത്തെ പറഞ്ഞ തന്നെ ന്യൂക്ലിയർ എൻവലപ്പിന് 2 പാരലൽ മെംബ്രെയിൻസ് ഉണ്ട്. ഈ 2 മെംബ്രെയിന്റെയും ഇടയിലായിട്ട്, ന്യൂക്ലിയസിന്റെ 2 മെംബ്രെയിന്റെയും ഇടയിലായിട്ട് ഒരു സ്പേസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പെരിന്യൂക്ലിയർ സ്പേസ്. And forms a barrier between the materials present inside the nucleus and the cytoplasm. അതായത് ഇതൊരു ബൗണ്ടറി പോലെയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്താണ്, നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കില്ലേ, അതാണ് ചോദിച്ചിരുന്നത്.
forms a barrier between the nucleus and the cytoplasm. ഇനി ചില മെച്യൂർ സെൽസിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. അത് പ്രൊകാരിയോട്ടിക് സെൽസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, യൂകാരിയോട്സിൽ തന്നെ ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് ഉണ്ട്. അതായത് മെച്യൂർ ആവുമ്പോൾ ന്യൂക്ലിയസ് പോകുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ RBC, ബൈകോൺകേവ് ആയിട്ടുള്ള RBC. മെച്യൂർ RBC, മെച്യൂർ എറിത്രോസൈറ്റ്സിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. ഇനി അതുപോലെ തന്നെ പ്ലാന്റിന്റെ ഫ്ലോയം എന്ന് പറയുന്ന കണ്ടക്റ്റീവ് ടിഷ്യൂ, ഫ്ലോയത്തിന്റെ 4 എലമെന്റ്സ് ഞാൻ കഴിഞ്ഞ അനാട്ടമിയിൽ പറഞ്ഞു തന്നിരുന്നു. ഫ്ലോയം, സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, പാരൻകൈമ, ഫൈബർ. ഇതിൽ സീവ് ട്യൂബ് ആണ് ഫ്ലോയത്തിന്റെ, അല്ലെങ്കിൽ ഫ്ലോയത്തിലെ 4 എലമെന്റ്സിൽ ദ മെയിൻ കണ്ടക്ടിങ് ട്യൂബ്, ദ മെയിൻ കണ്ടക്ടിങ് എലമെന്റ് സീവ് ട്യൂബ് ആണ്. ഈ സീവ് ട്യൂബും മെച്യൂർ ആവുമ്പോൾ ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ അത് ലിവിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുക, കാരണം അതിൽ ബാക്കി റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സീവ് ട്യൂബിന്റെ കാര്യങ്ങളെ അവിടെ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ കൂടെയുള്ള കമ്പാനിയൻ എന്ന് പറയുന്ന ആളുടെ ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, ഇതും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വിച്ച് ആർ ദ ഫോളോയിങ് ലാക്ക് ന്യൂക്ലിയസ്? മെച്യൂർ എറിത്രോസൈറ്റും സീവ് ട്യൂബ് സെൽസും ആണ് പറയുന്നത്. അതുപോലെ പണ്ടത്തെ ഒരു ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സീവ് ട്യൂബിന്റെ റിയാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന്. സ്വന്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് കമ്പാനിയന്റെ പേരിൽ തന്നെ ഉണ്ട്, ഹീസ് എ കമ്പാനിയൻ അല്ലെ, ഫ്രണ്ട് ആണ്. കമ്പാനിയൻ വിൽ കൺട്രോൾ ദി the reactions. Clear ആണോ? The nuclear matrix, the other name is nucleoplasm. It has nucleolus and chromatin. Nucleolus എന്ന് പറയുന്നത് spherical structures ആണ് നമ്മൾ പറഞ്ഞു. And the nucleolus എന്ന് പറയുന്ന spherical structure-ന് ഒരു മെംബ്രെയിൻ ഒന്നുമില്ല. ന്യൂക്ലിയോളസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ റൈബോസോമിനെ പറയുന്ന പോലെ തന്നെ it doesn't have a membrane around it. So അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്കുക. It is not a membrane bound structure. ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി ഒന്നുമില്ല. It's not a membrane bound structure. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. It is a site of active rRNA synthesis. ന്യൂക്ലിയോളസിലാണ് ആക്റ്റീവ് ആയിട്ട് rRNA സിന്തസിസ് നടക്കുന്നത്. ഇനി rRNA എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്, കാരണം റൈബോസോമിന്റെ സ്ട്രക്ചറൽ പാർട്ടാണ് rRNA അല്ലെ. അപ്പം ആക്റ്റീവ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സെൽസിൽ ലാർജറും വലുതുമായിട്ട് കൂടുതലായിട്ടുള്ള ന്യൂക്ലിയോളസിന്റെ എണ്ണം കാണാൻ പറ്റും. ലാർജർ ആൻഡ് മോർ ന്യൂക്ലിയോളസ് can be seen in cells actively carried out in protein synthesis. ഇത്രയും ശരിയാണോ നോക്കൂ? ഇത്രയും ഓക്കെ ആണോ? ജസ്റ്റ് എ സെക്കൻഡ്. ഇത്രയും ഓക്കെ ആണോ? The next one is chromatin. It contains DNA and some basic proteins called histone. നേരത്തെ പറഞ്ഞു, നിങ്ങൾ +2 പഠിക്കുന്ന അതേ കാര്യം തന്നെ. ഇനി ഇവിടെ കുറച്ച് 2 അഡീഷണൽ ആൾക്കാരെ കൂടെ കൊടുത്തിട്ടുണ്ട്. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും കുറച്ച് RNAയും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട് ക്രോമാറ്റിനിൽ. ഇനി സിംഗിൾ ഹ്യൂമൻ സെൽ ഹാസ് അപ്രോക്സിമേറ്റ്ലി 2 meter long thread of DNA distributed among its 46 chromosome. നമ്മുടെ DNA നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 46 ക്രോമസോമിലും DNA എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം കൂടി ഒരു 2 meter long വരും. ഇതേ സാധനം അല്ലെങ്കിൽ ഇതേ കാര്യം നിങ്ങളുടെ മോളിക്കുലർ ബയോളജി ഓഫ് ഇൻഹെറിറ്റൻസിൽ പറയുന്നുണ്ട്. അതിന്റെ അടുത്തുനിന്ന് അത് മാത്രമല്ല 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസും പറയുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസ് 2021, 22 ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കുക. ഓക്കെ, മോളിക്കുലർ ബയോളജിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് DNA ലെങ്ത് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് DNA പാക്കേജിംഗ് ആണ്, അല്ലെങ്കിൽ ജീനോം പാക്കേജിംഗ് ആണ്. വളരെ ചെറിയൊരു ന്യൂക്ലിയസ് അല്ലേ, ഭയങ്കര ചെറിയൊരു ന്യൂക്ലിയസിൽ ഇത്രയും വലിയ 2 meter നീളമുള്ള DNA എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു പാക്കേജിംഗ് ആണ്, വളരെ എന്താണ് ഇങ്ങനെ ത്രെഡ് പോലെ കിടക്കുക എന്നുള്ളത്. 46 ക്രോമസോംസ്. ഡിവിഷന്റെ സമയമാവുമ്പോ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഈ വലിയൊരു ത്രെഡ് പോലത്തെ സാധനം കണ്ടൻസ് ചെയ്ത് കോമ്പാക്റ്റ് ആയി ഈ ഒരു ഷേപ്പിൽ വരും, ഇങ്ങനെ വരും. ഓക്കെ,
ഇതിനെയാണ് ക്രോമസോം എന്ന് വിളിക്കുക. സോ ക്രോമസോം ആൻഡ് ക്രോമാറ്റിൻ രണ്ടുപേരും നമ്മുടെ ജീനോമാണ്, രണ്ടുപേരും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ രണ്ടും ഒന്നല്ല. കാരണം ഒരാളെന്ന് പറയുന്നത് ത്രെഡ് പോലെ ഇരിക്കുന്ന എൻഡാങ്കിൾ ചെയ്ത് കിടക്കുന്ന ഒരു ഫോം ആണെങ്കിൽ ക്രോമസോം എന്ന് പറയുന്നത് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോം ആണ്. ഓക്കെ, സോ ക്രോമസോം ക്യാൻ ബി വിസിബിൾ ഓൺലി ഇൻ ദ ഡിവൈഡിങ് സെൽസ്. ഇനി ഈ ഒരു ഭാഗം ഇതിനെ പറയുന്ന പേരാണ്, ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാം. അവിടെയുള്ള DNA സീക്വൻസുകൾ കൺസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നത് പ്രൈമറി കൺസ്ട്രക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ആണ് അത് സെൻട്രോമിയർ ആണ്. ഈ സെൻട്രോമിയർ രണ്ട് ആംസിനെ കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ സെൻട്രോമിയറിന്റെ സൈഡിലായിട്ട് ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്, ഒരു ഡിസ്ക് ഷേപ്ഡ് കോംപ്ലക്സ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. ഇദ്ദേഹത്തിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. വി വിൽ സീ ഇൻ ദി സെൽ സൈക്കിൾ. കൈനറ്റോകോർ എന്ന് പറയും. സെൻട്രോമിയർ ഹോൾഡ്സ് 2 chromatids ഓഫ് എ ക്രോമസോം. ഇനി അതെന്താന്ന് പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ എന്താണ് ഇന്റർഫേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന ഫേസ് ആണ് ഇന്റർഫേസ്. ഇപ്പൊ ഇത് നിങ്ങളുടെ ഒരു ക്രോമസോം ആണെങ്കിൽ ഒരു ക്രോമാറ്റിഡ് എന്നാ പറയുക ഇതിന്. റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ക്രോമാറ്റിഡും കൂടി വരും. റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഇതുപോലത്തെ DNA റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഒരു ക്രോമാറ്റിഡും കൂടി വരും. ഇതൊരു ക്രോമാറ്റിഡ് ആണ്, ഇത് വേറെ ക്രോമാറ്റിഡ് ആണ്. ഓക്കെ, ഇത് ഒരു ക്രോമാറ്റിഡ് ആണ്, ഇത് വേറെ ക്രോമാറ്റിഡ് ആണ്. ഈ രണ്ട് ക്രോമാറ്റിഡിനെയും നമ്മൾക്ക് പറയാവുന്ന ഒരു പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന്. സിസ്റ്റേഴ്സ് ആണ് ഇവര്. കാരണം ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള മറ്റൊരാളാണത്. അപ്പൊ ഒരു സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്നാണ് ഇവരെ വിളിക്കുക. ഇവരെ രണ്ടുപേരെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു പ്രൈമറി കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രോമിയർ എന്ന് പറയുന്നത്. ദാ ഇവിടെ ഈ സെൻട്രോമിയറിന്റെ രണ്ട് സൈഡിലാണ് പ്രോട്ടീൻ ഡിസ്ക് ഉണ്ടെന്ന് പറയുന്നത്. And that is the kinetochore. Okay. Based on the position of centromere, the chromosomes can be classified into 4 types. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് MCQ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദി ഫോർ അറേഞ്ച്മെന്റ് അല്ല, ഈ 4 അറേഞ്ച്മെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അത് ഏതാണ്. സോ സെൻട്രോമിയർ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മെറ്റാസെൻട്രിക്, സെൻട്രോമിയർ സെൻട്രലായിരിക്കും. സെൻട്രോമിയർ സെന്ററിലായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് ആംസും ഏകദേശം എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. When the centromere is in the middle and forming 2 equal arms of the chromosome, it's called metacentric. Submetacentric എന്തായിരിക്കും, exact central അല്ല, slightly away from the middle. Slightly away from the middle. Okay, so has centromere slightly away from the middle. അതുകൊണ്ട് തന്നെ ഒരു ആമ ചെറുതായിരിക്കും, ഒരു ആമ കുറച്ചും കൂടി വലുതായിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസിന് എന്നിട്ടൊരു ക്വസ്റ്റ്യനിൽ ഈ ഷോർട്ട് ആമിന് എന്താണ് പറയാ, ലോങ് ആമിന് എന്താണ് പറയാന്നുണ്ടായിരുന്നു. PM Q ആണ്. അത് ആക്ച്വലി 2019 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സ്ലൈറ്റ്ലി അവേ ഫ്രം ദ സബ്മെറ്റാസെൻട്രിക് എന്ന് പറയും. ഇനി എക്രോസെൻട്രിക് എന്ന് പറയുമ്പോൾ സെന്ററിൽ നിന്നും കുറച്ചും കൂടി നീങ്ങി എന്താണ് എൻഡിന്റെ അടുത്തോട്ട് എത്തി തുടങ്ങി. ഓക്കെ, മെറ്റ സെന്ററിൽ, സബ്മെറ്റ സെന്ററിൽ നിന്ന് കുറച്ച് മാറി, എക്രോസെൻട്രിക് സെൻട്രോമിയർ അതായത് സെന്ററിൽ നിന്ന് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് മാറി അറ്റത്തേക്ക് കുറച്ചും കൂടി ക്ലോസ് ആയി തുടങ്ങി. ഫോമിംഗ് വൺ എക്സ്ട്രീംലി ഷോർട്ട് ആൻഡ് വൺ വെരി ലോങ് ആം. ടീലോസെൻട്രിക്, ഈ ടീലോമിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമിന്റെ എൻഡ് ആണ്. സോ ടീലോസെൻട്രിക് എന്ന് പറയുമ്പോൾ ടെർമിനൽ സെൻട്രോമിയർ ആണെന്ന് ഓർക്കുക. സോ സെന്ററിൽ വരുന്ന ആള് മെറ്റാസെൻട്രിക്. സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. സെന്ററിൽ നിന്ന് കുറച്ച് മാറി കിടക്കുവാണെങ്കിൽ അത് സബ്മെറ്റ, അത്യാവശ്യം നന്നായിട്ട് മാറി എൻഡിലോട്ട് അടുത്ത് നിൽക്കുവാണെങ്കിൽ അതിനെ എക്രോസെൻട്രിക് എന്ന് പറയും. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ സെൻട്രലോട്ട് എൻഡിലോട്ട് എത്തി ടെർമിനൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ടെർമിനൽ സെൻട്രോമിയർ എന്നും പറയും. സോറി, ടീലോസെൻട്രിക് ക്രോമസോം എന്നും പറയും. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഡയറക്റ്റ് MCQ ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഈ 4 പേര്. ഓക്കെ ആണോ? ഇനി സെല്ലില് യൂകാരിയോട്ടിക് സെല്ല് കാണുന്ന വേറെ കുറെ ഓർഗനൽസ്, ഈ പെറോക്സിസോം, ഗ്ലയോക്സിസോം എന്നൊക്കെ പറഞ്ഞ പേര് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. പെറോക്സിസോം എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും കൂടി കളക്റ്റീവ്ലി പറയുന്ന ഒരു പേരാണ് മൈക്രോബോഡീസ്.
ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്ലാന്റിലും ആനിമലിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മൈക്രോബോഡീസ് ആർ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. ശരിയാണ്. ഓക്കെ. മെനി മെംബ്രെയിൻ ബൗണ്ട്, ഇവര് മെംബ്രെയിൻ ബൗണ്ട് തന്നെയാണ്. മൈന്യൂട്ട് വെസിക്കിൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോബോഡീസ്. അതിലൊക്കെ പല പല എൻസൈംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് പ്ലാന്റിലും ആനിമൽ സെൽസിലും ഇങ്ങനത്തെ ഓർഗനൽസ് കാണാം. ഒരു ജനറൽ ടേം ആയിട്ടാണ് മൈക്രോബോഡീസിനെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള വെസിക്കിൾസ് പ്ലാന്റ്സിലും ആനിമൽസിലും ഉണ്ട്. ആൻഡ് വാട്ട് ഇസ് ഇൻസൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള റിയാക്ഷൻസിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ഒന്ന് നോക്കിയ. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഡയറക്റ്റ് അല്ലാത്തല്ല, ഞാൻ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. 23 ഒന്ന് നോക്കിയേ. ദി ഔട്ടർ മെംബ്രെയിൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് യൂഷ്വലി റിമൈൻസ് കണ്ടിന്യൂസ് വിത്ത് ദ. ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന്റെ ഔട്ടർ മെംബ്രെയിൻ ഏത് ഓർഗനലുമായിട്ടാണ് കണ്ടിന്യൂസ്? ആക്ച്വലി പറയുവാണെങ്കിൽ ഇത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുമായിട്ടാണ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലേ? ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ടാണ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. ഇത് ER. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ക്രോമസോംസ് ആർ വിസിബിൾ ഇൻ. ജനറ്റിക് മെറ്റീരിയൽ എല്ലാ സെൽസിലും ഉണ്ട്. ഡിവൈഡ് ചെയ്യുന്നവരും നോൺ ഡിവൈഡിങ് ചെയ്യാത്തവരും എല്ലാവരുടെ കയ്യിലും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഡിഫറൻസ്. ഡിവൈഡ് ചെയ്യാത്ത ഒരു സെല്ലില് ഒരു ത്രെഡ് പോലെ ക്രോമാറ്റിൻ ഫോമിലാണെങ്കിൽ when the cell is about to divide, the genetic material അല്ലെങ്കിൽ നമ്മുടെ ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്ത് that will become in the form of chromosomes. So chromosomes വിസിബിൾ ആയിരിക്കുന്ന ഏതിൽ മാത്രമായിരിക്കും? ഡിവൈഡിങ് സെൽസിലല്ലേ? അല്ലേ? ജനറ്റിക് മെറ്റീരിയൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മാറുന്നത്. ഓക്കെ ആണോ? Two chromatids are held together by രണ്ട് ക്രോമസോംസ്, സോറി ഒരു ക്രോമസോമിന്റെ രണ്ട് ക്രോമാറ്റിഡ്സിനെ പിടിച്ചു നിർത്തുന്ന, ഹോൾഡ് ചെയ്യുന്നത് എന്താന്ന്? ഈ ഭാഗത്തിന് എന്താ പറയാന്ന്? വാട്ട് ഇസ് ഇറ്റ്? സെൻട്രോമിയർ അല്ലേ? ഓക്കെ, ബാക്കിയൊക്കെ സൈറ്റോസ്കെൽറ്റന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനൊരു സെക്കൻഡ്, സ്റ്റുഡൻസ് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, so cell cycle and cell division. നമുക്കറിയാം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായിട്ട് മാറും നോർമലി, ശരിയല്ലേ? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായിട്ട് മാറും. ഈ സെല്ല് എന്ന് പറയുന്ന സാധനം നമ്മുടെ ബേസിക് യൂണിറ്റ് ആണ്. നിങ്ങൾ എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? വാട്ട് ഇസ് ഗ്രോത്ത് എന്നുള്ള കേസിൽ അല്ലെ? ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസത്തില് ഇപ്പൊ ഒരു യൂണിസെല്ലർ ഓർഗാനിസം ആണെങ്കിലും മൾട്ടി സെല്ലർ ഓർഗാനിസം ആണെങ്കിലും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെല്ല് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ. നമ്പർ ഓഫ് സെൽസ് കൂടെ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ. ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ബോഡിയിൽ ഒരു വൂണ്ട് ഉണ്ടായെന്ന് വിചാരിക്കാം. അത് കാലങ്ങളോളം ആ വൂണ്ട് നിൽക്കോ? ഇല്ല. എന്തൊക്കെ സെല്ല് ഡാമേജ് ആയിട്ടുണ്ട്, എന്തൊക്കെ ടിഷ്യൂ ഡാമേജ് ആയിട്ടുണ്ട്, അതിന്റെയൊക്കെ ഒരു റിപ്പയറിങ് നടക്കും, അല്ലെങ്കിൽ റീപ്ലേസിങ് നടക്കും. അങ്ങനെ ഒരു സെല്ല് കേടായി കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ പുതിയ സെല്ല് വരണം. ഇപ്പൊ ഗ്രോത്തിന്റെ ഭാഗമായിട്ടും റിപ്പയറിങ്ങിന്റെ ഭാഗമായിട്ടും റീപ്ലേസ്മെന്റിന്റെ ഭാഗമായിട്ടും ഒക്കെ നടക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, പ്രോസസ്സാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊരു സാധനം ഹാഫ് ചെയ്യുന്ന പോലെയല്ല. സെല്ലിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വലി അതിനെ രണ്ട് ഡോട്ടർ സെൽസിലോട്ടായിട്ട്
ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, പാർട്ടീഷൻ ചെയ്ത് കൊടുക്കണം. സോ എന്തൊക്കെ കാര്യങ്ങൾ അതിനു വേണ്ടി സെല്ല് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ ആണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി റിപ്പീറ്റേറ്റീവ് അല്ലെ. ഒരു സെല്ല് കുറെ എന്തൊക്കെയോ പ്രിപ്പറേഷൻസ് ചെയ്യുന്നു, ഫൈനലി അത് രണ്ടായിട്ട് മാറുന്നു. ഇനി പുതിയതുണ്ടാകുന്ന ആൾക്കാരും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു, ഉടനെ തന്നെ പുതിയ ആൾക്കാരായിട്ട് മാറുന്നു. പഴയത് പോയി പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ ഞാൻ വരച്ചപ്പോ രണ്ടും രണ്ട് തരത്തിലായി പോയിന്നേ ഉള്ളൂ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഉണ്ടാവുന്ന ഡോട്ടർ സെൽസ് ഒക്കെ നമ്മൾ എന്താണ് ഒരേപോലത്തെയാണ് സാധാരണ സെൽ ഡിവിഷൻ ആണെങ്കിൽ. ക്ലിയർ? സോ ഓൾ സെൽസ് റീപ്രൊഡ്യൂസ് ബൈ ഡിവൈഡിങ് ഇൻടു 2 with each parental cell giving rise to 2 daughter cells each time they divide. ഒരാളിൽ നിന്ന് രണ്ട് പേരുണ്ടാവും. These newly formed daughter cells can themselves grow and divide, giving rise to a new cell population that is formed by the growth and division of a single parental cell and its progeny. ശരിയല്ലേ? ഈ ഒരു സിംഗിൾ സെല്ല് നമ്മൾ ആദ്യം പറഞ്ഞ പാരന്റൽ സെൽ ഡിവൈഡ് ചെയ്ത് ആദ്യം ഒരു ജനറേഷൻ ഓഫ് സെൽസ് ഉണ്ടായി. അവരിൽ നിന്ന് ഇയാളിൽ നിന്ന് രണ്ടെണ്ണം, പിന്നെ ഇയാളിൽ നിന്ന് രണ്ടെണ്ണം, അങ്ങനെ ഒരു സെൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 2 ആയി, 2 4 ആയി, ഇനി 4 എത്രയാവാൻ പോകുന്നത്? 8 അല്ലേ? ഒരു സിംഗിൾ പ്രോജനിയിൽ നിന്ന് സിംഗിൾ പാരന്റിൽ നിന്നും ഒരുപാട് സെൽസ്, ഒരു സെൽ പോപ്പുലേഷൻ വരാൻ പോവാണ്. In other words, such cycles of growth and division allow a single cell to form structure consisting of millions of cells. ഇതിനൊരു എക്സാമ്പിൾ ആണ്, we all have started our life from a single cell zygote. നമ്മൾ എല്ലാവരും once upon a time ഒരു സൈഗോട്ട് ആയിരുന്നു, സിംഗിൾ സെൽ ആയിരുന്നു. ആ സൈഗോട്ട് ആണ് ഡിവൈഡ് ചെയ്ത് ഇന്ന് കാണുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. എങ്ങനെയാണ് അങ്ങനെ പോസിബിൾ ആയത്? ത്രൂ സെൽ ഡിവിഷൻ. ക്ലിയർ ആണോ? ഇനി let's see what is cell cycle. The sequence of events by which cell duplicates its genome, synthesizes the other constituents of the cell, and eventually divides into 2 daughter cells is termed as cell cycle. അതായത് വെറുതെ ഒരു സെല്ല് പിഞ്ച് ഓഫ് ചെയ്ത് രണ്ടായി മാറുകയല്ല. whatever is there inside the cell, it has to get duplicated. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് DNA. നമ്മുടെ ക്രോമസോംസ് 46 ക്രോമസോംസ് രണ്ട് പേർക്കായിട്ട് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കണം, ഈ രണ്ട് പ്രോജനിക്കായിട്ട്. സോ അതിനു മുമ്പ് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഇസ് നീഡഡ്. ഇനി അത് മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഓർഗനൽസ്, സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ്, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ ഒരാൾക്ക് കുറയും ഒരാൾക്ക് കൂടുതലൊക്കെ ആവില്ലേ? ദാറ്റ് ഇസ് നോട്ട് എ നോർമൽ കണ്ടീഷൻ. സോ പ്രോപ്പർ ആയിട്ട് സെല്ലിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതാണ് നമ്മൾ ആ സീക്വൻസ് ഓഫ് ഇവന്റ്സിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഒരു സെൽ സൈക്കിളിൽ ഏതൊക്കെ ഫേസസ് ഉണ്ട്? അതിനു മുമ്പ് നോക്കാം, ഒരു സെല്ല് ഏകദേശം എത്ര സമയം എടുക്കും ഡിവൈഡ് ചെയ്യാൻ. ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ സെൽ ഒരു കൾച്ചർ ചെയ്ത് നോക്കുവാണെങ്കിൽ, നമ്മൾ ലാബിൽ നോക്കുവാണെങ്കിൽ ഓരോ സെല്ലിനും ചിലപ്പോൾ ഒരേ പോലെ ആയിരിക്കും കേട്ടോ ഡിവിഷൻ നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ നിങ്ങൾ ടെക്സ്റ്റിൽ പഠിക്കുന്നത് ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ സെല്ലാണെങ്കിൽ അറൌണ്ട് 24 hours എടുക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവാൻ ഏകദേശം 24 hours എടുക്കുമെന്നാണ് പറയുന്നത്. ഇതില് 23 hours ഇത് എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും അറിയോ? പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെല്ല് ആക്ച്വലി രണ്ടാകുന്നതിന് മുമ്പുള്ള ഡിവിഷൻ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ടാണ് അതിങ്ങനെ കട്ടാവാൻ പോകുന്നത്. ഇനി again duration of cell cycle vary from organism to organism and cell type to cell type. ഒരു ഈസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അതൊരു വേറെ യൂക്കാരിയോട്ടിക് സെല്ലാണ്. നമ്മൾ ഈ പറയുന്ന സെൽ ഡിവിഷൻ നമ്മൾ പഠിക്കുന്ന യൂക്കാരിയോട്സിലാണ് കേട്ടോ. ഈസ്റ്റിന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് അപ്രോക്സിമേറ്റ്ലി ടേക്സ് 90 minutes. 90 minutes, അതായത് ഒരു 1.5 മണിക്കൂർ എടുക്കുന്നല്ലേ പറയുന്നത്. നമ്മളൊരു 24 മണിക്കൂർ എടുക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസ്റ്റ് എടുക്കുന്നത് 90 minutes ആണെന്ന്. അതിനുണ്ട് ഈ പറയുന്ന അതേ പ്രോസസ്സുകളൊക്കെ. പ്രിപ്പറേറ്റീവ് ഫേസും ഉണ്ട്, ആക്ച്വൽ ഡിവിഷൻ ഫേസും ഉണ്ട്. But it just take only 1.5 hours to complete all those things. But we have to take 24 hours. Clear ആണോ? Clear ആണോ? See, last year ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. 2 മെയിൻ പ്രോസസ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള, മൈറ്റോസിസും മിയോസിസും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, 6 ക്വസ്റ്റ്യനോ മറ്റോ ഇതിൽ നിന്ന് വന്നിരുന്നത്.
6 ക്വസ്റ്റ്യൻ, ഇത്രയും ചെറിയൊരു ചാപ്റ്ററിൽ നിന്ന് 90 ക്വസ്റ്റ്യൻസിൽ 6 ക്വസ്റ്റ്യൻ ഇതിൽ നിന്നായിരുന്നു. അതിന് മുന്നത്തെ വർഷങ്ങളിൽ നോക്കിക്കോ, ഒരു ആവറേജ് 3-2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നുണ്ട്. ഓക്കെ, അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം അധികം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പഠിക്കാൻ. അല്ല, പഠിക്കാനുണ്ട്, ബട്ട് വാട്ട് ഐ സെഡ് ഇസ് തിയറി കണ്ടന്റ് കുറവാണ്. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ. The cell cycle is divided into 2 basic phases. Cell cycle-നെ ഞാൻ പറഞ്ഞു, ഒന്ന് ഒരു സമയത്ത് പ്രിപ്പറേഷൻ നടക്കുവാണെങ്കിൽ മറ്റൊരു സമയത്താണ് അതിന്റെ ആക്ച്വൽ ഡിവിഷൻ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ 24 അവർ വേണമെന്ന് പറഞ്ഞു. 23 അവർ, അതായത് ഒരു സെല്ലിന്റെ ലൈഫിലെ 95% ഓഫ് ടൈം അത് അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ കേസിൽ തന്നെ നിങ്ങളൊരു എക്സാം എഴുതാൻ പോവാന്ന് വിചാരിക്കാം. എക്സാമിന്റെ പ്രിപ്പറേഷനല്ലേ നിങ്ങൾ കുറെ സമയം എടുക്കുന്നത്. എക്സാം എഴുതാൻ ഒരു 3 മണിക്കൂർ വരെ. സെയിം തന്നെയാണ് ഇവിടെയും, പ്രിപ്പറേഷൻ ആണ് സമയം എടുക്കുന്നത്, ഡിവിഷന് അതിൽ സമയം കുറവാണ്. ഓക്കെ, ഇവിടെ ആ പ്രിപ്പറേറ്ററി ഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. ഇന്റർഫേസ്. ആക്ച്വൽ ഡിവിഷൻ നടക്കുന്ന അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഡിവിഷൻ, മൈറ്റോസിസ് എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ബേസിക് സെൽ ഡിവിഷൻ ആണ് പഠിക്കുന്നത്. മിയോസിസ് വരുന്നുണ്ട്, പക്ഷെ ഇത് പഠിക്കുന്നത് ഒരു സെല്ലിന്റെ ഗ്രോത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിവിഷൻ ആണ്. സോ അവിടെ നമ്മൾ മിയോസിസ് അല്ല പറയാ, മൈറ്റോസിസ് ആണ് പറയാം. സോ എം ഫേസ് ഓർ ദ മൈറ്റോട്ടിക് ഫേസ്. ഇന്റർഫേസും എം ഫേസും. ഈ ഇന്റർഫേസിന്റെ 3 ഫേസുകളാണ് G1, S, G2. ഞാൻ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ പ്രാക്ടീസിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒരു 2017 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. തിരിച്ചു മറിച്ചും ഒക്കെ തന്നെയാണ് ഒരേ കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഇതിന്റെ ഒക്കെ ഓർഡർ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവര്. കറക്റ്റ് സെൽ സൈക്കിളിന്റെ ഓർഡർ G1, S, G2, M. ഇതിൽ G1, S, G2 എന്നുള്ളത് എന്താണ്? ഇന്റർഫേസ് ആണ്. അത് കഴിഞ്ഞിട്ട് എം ഫേസ് വരും. ഇന്റർഫേസ് എന്ന് പറയാൻ കാരണം 2 എം ഫേസിന് ഇടയിലുള്ള സമയം, ശരിയല്ലേ? ഒരു സെല്ല് ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്ത്, അതായത് 2ആയി മാറിയതിനു ശേഷം പിന്നെയും അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ ആണ് ഇന്റർഫേസ്. സോ 2 എം ഫേസുകൾക്ക് ഇടയിലുള്ള സമയമാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, the M phase represents the phase when the actual cell division occurs. Actual cell division നടക്കുന്നത് M ഫേസിലാണ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the phase between 2 successive M phases. 2 M ഫേസിന് ഇടയിലുള്ളതാണ് ഇന്റർ, ഒരു ഇന്റർവെൽ പോലെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി 24 അവർ സൈക്കിളിൽ ഞാൻ പറഞ്ഞ പോലെ ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു മണിക്കൂറേ ഉള്ളൂ. ബാക്കി 23 മണിക്കൂറും ഇന്റർഫേസിലാണ്. The interface lasts more than 95% of the cell cycle. Interface. The interface, though called resting phase, resting എന്ന് പറയുന്നേ പക്ഷെ ഒരു റെസ്റ്റും ഇല്ല കേട്ടോ. It is a time during which the cell is preparing for division. ഇനി what kind of preparation is going on? Cell grow ചെയ്യണം അല്ലെ? പാരന്റ് സെല്ല് ഏത് സൈസിലുള്ള ആളാണോ അതേ സൈസിലുള്ള ആള് തന്നെയാണ് ഡോട്ടർ സെൽസ് ഉണ്ടാവാൻ പോകുന്നത്. സോ ഒരാളെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ പാരന്റ് സെൽ ഒന്ന് ഗ്രോ ചെയ്യും, അതിന്റെ ഉള്ളിലുള്ള DNA റെപ്ലിക്കേറ്റ് ചെയ്യും. ഇതെല്ലാം ഒരു ഓർഡർലി മാനർ ആയിട്ട് നടക്കും. അതായത് ഒരു സെല്ല് ഇരിക്കുകയാണ് ഡിവൈഡ് ചെയ്യാൻ. ഇപ്പോ സെല്ലിന് DNA റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു തോന്നലാണെങ്കിൽ ഓക്കെ, ഞാൻ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ തോന്നുള്ളൂ, ഇപ്പോഴേ ഞാൻ പ്രോട്ടീൻ ഉണ്ടാക്കണുള്ളൂ. അങ്ങനെയൊന്നും അല്ല, ഇവർക്കൊരു ഓർഡർലി മാനർ ഉണ്ട്. ഓക്കെ, the interface is divided into 3 further phases. G1 gap 1, S synthesis, G2 gap 2. S ഫേസിൽ ഇതിൽ G1ലും G2ലും ഗ്രോത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഗ്രോത്ത് ഈ G1ലും G2ലും DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നേ ഇല്ല. DNA റെപ്ലിക്കേഷൻ നടക്കുന്നേ ഇല്ല. DNA റെപ്ലിക്കേഷൻ ഡ്യൂപ്ലിക്കേഷൻ എവിടെയാണ് എന്നുള്ളത് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. And that takes place in the S phase, synthesis phase. അത് ഓർത്ത് വെക്കാം. പ്രോട്ടീൻ സിന്തസിസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ G2 ഒക്കെ ആൻസർ വരും. റെപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ DNA സിന്തസിസ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും നടക്കുന്നുണ്ടാവുക? S ഫേസിലാണ്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay.
G1 phase corresponds to the interval between, see, definition by heart പഠിക്കരുത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അവരെന്താ പറയുന്നത്. ഇവർക്ക് മര്യാദയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതിന് പകരം അവർ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് വട്ടം കറക്കി പറയും. ഇറ്റ്സ് വെരി സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദി ഇന്റർവൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA replication. ശരിയാണോ നോക്കിയേ. ഇതിൽ നോക്കാം, ഇതാണ് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസ്. ഇവിടെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. എസ് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കാൻ പോകുന്നത്. സോ DNA റെപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പും പിന്നെന്താണ് എം ഫേസിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് അല്ലേ G1 എന്ന് പറയുന്നത്. ശരിയാണോ? ഇത്രന്നെ അവരും പറഞ്ഞിട്ടുള്ളൂ. ഈ ഇന്റർവെൽ എന്നൊക്കെ ചാടി കയറി ഇന്റർഫേസ് എന്നൊന്നും എഴുതി വെക്കരുത്. അവർ എന്തിന്റെ ഇടയിലുള്ള ഇന്റർവെൽ ആണെന്ന് അവർ പറഞ്ഞിട്ടേ നോക്കാം. ഇറ്റ്സ് ദി ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ ഡ്യൂറിംഗ് G1 phase of the cell. During G1 phase, ഇവിടെ ഒരു കോമ ഉണ്ട്. The cell is metabolically active. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. ഏതൊരു സെല്ലും ലിവിങ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി മെറ്റബോളിക്കലി ആക്റ്റീവ്. അത് പണി ഒന്നും എടുത്തില്ലെങ്കിലും മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവനില്ല എന്ന് പറയോ? നിങ്ങള് ബോഡി ആക്ടിവിറ്റി ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ജീവനോടെ കിടന്ന് ഉറങ്ങുകയല്ലേ. ഇതേപോലെയാണ് സെല്ലിന്റെ അവസ്ഥയും. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് അത് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയില്ല. അതിന് ജീവനുണ്ട്. ഇറ്റ്സ് മെറ്റബോളിക്കലി ആക്റ്റീവ്. അതിന്റെ ഉള്ളില് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ അത് വേറെ കാര്യങ്ങൾ ചെയ്യണില്ല എന്നേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂസ്ലി ഗ്രോത്ത് നടക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല എന്നാ പറയുന്നത്? ഡസ് നോട്ട് റിപ്ലിക്കേറ്റ്സ് DNA. അതിന്റെ DNA റെപ്ലിക്കേഷൻ നടക്കില്ല. കാരണം DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എസ് ഫേസിന്റെ ഫംഗ്ഷൻ ആണ്. അത് അവിടെയേ ചെയ്യുള്ളൂ. അതിന് മുമ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ല് ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉടനെ തന്നെ അതിനെ നശിപ്പിച്ച് കളയതാണ് ഉദ്ദേശം. സോ ഇറ്റ് ഈസ് ദി phase where DNA synthesis or replication take place. ഇനി ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇത് പണ്ട് ഇപ്പൊ റീസെന്റ് ഒരു 3 years കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പ്രോബ്ലം ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഈ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. എവിടെ? എസ് ഫേസില്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു സെല്ലിലുള്ള DNAയുടെ കണ്ടന്റ് ഡബിൾ ആകുന്നുണ്ട്. ശരിയല്ലേ? DNAയുടെ കണ്ടന്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ആവില്ലേ? പക്ഷേ ക്രോമസോം നമ്പർ വിൽ റിമെയിൻ ദ സെയിം. ഹ്യൂമന്റെ കേസ് എടുത്ത് നോക്കി നോക്കാം. ഹൗ മെനി ക്രോമസോംസ് ഡു വി ഹാവ്? ഒരു നോർമൽ സെല്ലിൽ നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്? ഹലോ, 46 അല്ലേ? ഈ നിമിഷം വരെ 46 ആയിരുന്നില്ലേ? 46 ക്രോമസോം അല്ലേ നമ്മുടെ നോർമൽ സെല്ലിലുള്ളത്? നമ്മുടെ പ്ലോയിഡി 2N ആണ്. അപ്പൊ നമുക്ക് DNA കണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഹാപ്ലോയിഡ് സെല്ലിലാണെങ്കിൽ 1C എന്ന് പറയും. കാരണം എല്ലാ ക്രോമസോമിന്റെയും ഒരു കോപ്പിയേ ഉള്ളൂ. ഇപ്പൊ DNA കണ്ടന്റ് 1C ആണെന്ന് പറയും. നമ്മളിപ്പോ ഇത് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് നമ്മുടെ DNA കണ്ടന്റ് നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? 2C എന്നാണ് എഴുതുക. 2C. ഓക്കെ, ഇപ്പൊ G1 ഫേസിലിരിക്കുന്ന ഒരു സെല്ലില് 46 ക്രോമസോംസും 2C ഉണ്ടെന്ന് വിചാരിക്കാം. എസ് ഫേസിലോട്ട് കടക്കുമ്പോ ഇതെല്ലാവരും അല്ലെങ്കിൽ ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. എസ് ഫേസ് കഴിഞ്ഞു വരുമ്പോ ഈ നമ്പറിന് എന്ത് പറ്റുന്നു നിങ്ങളൊന്ന് പറഞ്ഞേ. ക്രോമസോം നമ്പർ എത്രയാവും? എത്രയാവും? വേഗം പറ. അതാണ് മീനിങ്. ഇവിടെ ക്രോമസോം നമ്പറിന് ഒരു ചേഞ്ചും വരില്ല. ഒരു ചേഞ്ചും ഇല്ല ക്രോമസോം നമ്പറിന്. പക്ഷെ DNA കണ്ടന്റ് എന്തായിട്ടുണ്ടാവും? 4C ആയിട്ട്. ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഈവൻ ആഫ്റ്റർ എസ് ഫേസ്, even after the DNA replication, the chromosome number will remain the same, but the DNA content will get doubled. ഇനി അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു നോക്ക്. ഇത് എന്തുകൊണ്ടായിരിക്കും? സി, ഇവിടെ വരെ G1-ലൊക്കെ നമ്മുടെ ഓരോ ക്രോമസോമിനെയും നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓരോ ക്രോമസോമും ഇങ്ങനെയാണ്. ഇതൊരു ക്രോമസോമാണ്, ഇത് വേറെ ക്രോമസോം ആണെന്ന് വിചാരിക്കാം. ഇതേപോലത്തെ 46 ക്രോമസോംസ് ഉണ്ട്.
ഈ സ്ട്രക്ചറിനെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ ക്രോമാറ്റിഡ് എന്നാണ് പറയുക. ക്രോമാറ്റിഡ്. DNA റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഇതേപോലെ ഒരു ക്രോമാറ്റിഡും കൂടി വരും. അപ്പൊ 2 ക്രോമാറ്റിഡ് ആയി. പക്ഷെ എന്താ സംഭവം എന്നറിയോ? ഇവര് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്, സെൻട്രോമിയറിൽ അറ്റാച്ച്ഡ് ആയിട്ട്. സോ ഇവര് രണ്ടും 2 ക്രോമസോം ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ക്രോമസോം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ 2 ക്രോമസോം തന്നെയാണ്. ഇവിടെ DNA റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ ക്രോമസോമിന് ഒരു ക്രോമാറ്റിഡ് കൂടും. ഇവിടെ ഒരു ക്രോമാറ്റിഡ് ആയിരുന്നു ക്രോമസോം, ഇവിടെ 2 ക്രോമാറ്റിഡ് ആയി. പക്ഷെ ഇവിടെ രണ്ടുപേരും സെപ്പറേറ്റഡ് അല്ലാത്തത് കൊണ്ട് വി സ്റ്റിൽ കൗണ്ട് ദം ആസ് 1 ക്രോമസോം ഓൺലി. അപ്പൊ ഇവിടെ എത്ര ക്രോമസോം ഉണ്ടെന്ന് നമ്മൾ പറയും? 2 ഉണ്ടെന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഇവര് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ, അതായത് ഈ നിൽക്കുന്ന ഫോം ഇത് സെപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവർ തമ്മിൽ സെൻട്രോമിയർ കണക്ഷൻ ഇല്ലാണ്ട് when they separate from each other നമ്മൾ ഇതിനെ 2 ക്രോമസോം ആയിട്ട് കണക്കാക്കും. As long as they are connected at the centromere, they still count as a 1 chromosome. ശരിയാണോ? ക്ലിയർ ആയില്ലേ? അതുകൊണ്ടാണ് ക്രോമസോം നമ്പർ മാറാത്തെ. ഓക്കെ, ഞാനിന്ന് മൈറ്റോസിസും മിയോസിസും തീർക്കാവുന്നതാണ്. ഇനി ഇത് വായിച്ചു നോക്കി, ശരിയാണോ? If the initial amount of DNA is denoted as 2C, it increases to 4C. However, there is no increase in chromosome number. If the cell had diploid or 2n number of chromosome in G1, even after S phase, the number of chromosome remains what? 2n only. ഇനി S phase DNA replication മാത്രമല്ല നടക്കുന്നത്, വേറൊരു ഇമ്പോർട്ടന്റ് പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്, സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രിയോൾ, സെൻട്രോസോം. ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇവരാണ് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഓർഗനൈസിങ് ചെയ്യുന്നത്. സ്പിൻഡിൽ ഫൈബർ ഇതിന് സെൽ ഡിവിഷനിൽ വളരെ ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഡ്യൂപ്ലിക്കേഷനും നടക്കുന്നത് എസ് ഫേസിലാണ്. ഇതില് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം, ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഉള്ളിൽ, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. പക്ഷെ സെൻട്രിയോളിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ക്ലിയർ ആയോ? സെൻട്രിയോളിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്, സെൻട്രിയോൾ കിടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. വേറസ് ജനറ്റിക് മെറ്റീരിയലിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കാൻ പോകുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ക്ലിയർ ആണോ? ഡ്യൂറിങ് G2 ഫേസ് അടുത്ത പ്രിപ്പറേഷൻ നടക്കുവാണ്, പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുവാണ്. ഓക്കെ, ഇനി അടുത്തത് നടക്കാൻ പോകുന്ന ആക്ച്വൽ സെൽ ഡിവിഷൻ ആണ്. G2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് M ഫേസ് ആണ്. സോ അതിന് ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ റെഡിയാക്കി വെക്കും എവിടെ? G2. അതിന്റെ കൂടെ തന്നെ സെല്ല് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് G0 ഫേസ്. G0 നോക്കി കണ്ടോ? G0 എന്ന് പറയുന്നത് പല സമയത്തും ഈ G0 നടക്കാം. അതായത് സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല, മാറിയിരിക്കുകയാണ്. G1 അല്ല, S അല്ല, G2 അല്ല, M അല്ല. ഈ പർട്ടിക്കുലർ സെല്ല് ഇപ്പൊ ഇവിടെ ഗ്രോ ചെയ്യുന്നുമില്ല, DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുമില്ല, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുമില്ല, ഡിവൈഡും ചെയ്യുന്നില്ല. പിന്നെ അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് G0 ഫേസിലാണെന്ന് പറയും. അതൊരു ക്വിസന്റ് സ്റ്റേജ് ആണ്, ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ഇനാക്റ്റീവ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. അത് എന്താണ്? അത് ഡിവൈഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യുന്നില്ല, അത് പ്രൊലിഫറേറ്റ് ചെയ്യുന്നില്ല, അത് ഡിവിഷനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അത് ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ലിവിങ് ആണ്. അതുകൊണ്ട് അത് മെറ്റബോളിക്കലി എന്താന്ന് തന്നെ പറയണം, ആക്റ്റീവ് ആണ്. പല കുട്ടികളും തെറ്റിക്കുന്ന കാര്യമാണ്. ഇതൊരു ഇനാക്റ്റീവ് സ്റ്റേജ് ആണെന്ന് നമ്മൾ പറയും. അതിന് കാരണം അത് ഡിവൈഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് മെറ്റബോളിക്കലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയണം, അത് ആക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കിടന്ന് ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജീവനില്ല എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. നിങ്ങൾ നോക്കുമ്പോ എന്താ, വേറെ ആക്ടിവിറ്റിയിലൊന്നും ഇൻവോൾവ് അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബോഡിയിൽ സർക്കുലേഷൻ നടക്കുന്നുണ്ട്, ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ഹാപ്പനിങ്, സോ യു പീപ്പിൾ ആർ സ്റ്റിൽ അലൈവ്. അതേപോലെ തന്നെയാണ് സെല്ലിന്റെ കേസും. അത് ഡിവൈഡ് ചെയ്യുന്നില്ല, പ്രൊലിഫറേറ്റ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ അതിന്. പക്ഷെ അത് മെറ്റബോളിക്കലി എന്താണ്? ആക്റ്റീവ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സെൽ ഇൻ ദ സ്റ്റേജ് റിമെയിൻ metabolically active but
no longer proliferate unless called on to do so depending on the requirement. അതായത് നമ്മുടെ ബോഡിയിലെ കുറച്ച് സെൽസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ ആണെങ്കിൽ, സ്കിന്നിലെ സെൽസ് ഒക്കെ ആണെങ്കിൽ ഏത് സമയവും വേർ ആൻഡ് ടയർ സംഭവിക്കുന്ന ഡെഡ് സെൽസ് ഷെഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവിടെ ഫുൾ ടൈം എന്താണ് സെൽ ഡിവിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കണം, റീപ്ലേസ്മെന്റ് നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മുടെ ബോഡിയിൽ കുറച്ച് സെൽസ് ഉണ്ട്, നമ്മുടെ ഹാർട്ട് സെൽസ്, നമ്മുടെ ന്യൂറോൺസ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവര് ഏത് നേരവും ഡിവൈഡ് ചെയ്ത് പുതിയ ആൾക്കാർ വരുന്നവരല്ല. അങ്ങനെയുള്ളവർ എവിടെയായിരിക്കും ഉണ്ടാവുക? G0 ഫേസിലായിരിക്കും ഉണ്ടായിരിക്കുക. So some cells in the adult animals do not appear to exhibit division. Example, heart cells. And many other cells divide only occasionally as needed to replace cells that have been lost because of injury or cell death. These cells that do not divide further exit G1 phase. ഏത് ഫേസിലാണ് അവര് ഞാൻ ഇനി ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഈ പണിയെടുക്കാൻ പോകുന്നില്ല, ഞാൻ ചുമ്മാ ഇരിക്കാൻ പോവാണ് എന്ന് എപ്പോഴാണ് അവര് ഡിസൈഡ് ചെയ്യുന്നത്? G1 ഇരിക്കുമ്പോ. G1 എന്നാണ് അവർ ഇറങ്ങി എവിടോട്ട് കയറുന്നത്? G0 കയറുന്നത്. Okay. So exit the G1 phase and what? Yes, to enter an inactive stage called quiescent stage, G0 of the cell cycle. Clear ആണോ? Inactive എന്നും പറയും, active എന്നും പറയും. അത് കൺഫ്യൂസ്ഡ് ആവരുത്. സെൽ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? In animals, mitotic cell division is only seen in diploid somatic cells. Yes, നമ്മുടെ ബോഡിയിലെല്ലാം ഡിപ്ലോയിഡ് അല്ലേ? ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആരാണെന്നറിയോ? മെയിൽ ഹണിബി. ഇതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് നാളെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. മെയിൽ ഹണിബിയുടെ കാര്യം എന്താ പറയണേന്ന്? നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എവിടെയാണെന്നറിയോ? സെക്സ് ഡിറ്റർമിനേഷനിൽ. ഹണിബിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെ? ഹാപ്ലോ ഡിപ്ലോയിഡി അല്ലേ? അതിൽ മെയിൽ ഹണിബീസ് പാർത്തനോജനസിസ് വഴി ഉണ്ടാകുന്നവരല്ലേ? അവര് ഹാപ്ലോയിഡ് അല്ലേ? സാധാരണ ഹണിബീസിൽ 32 ക്രോമസോംസ് ഉണ്ടെങ്കിൽ മെയിൽ ഹണിബീസിൽ 16 ക്രോമസോംസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ടോ? ഹലോ, അത് നോക്കിയിട്ട് വരെ എന്താണ്? Against this, plants show mitotic divisions in both haploid and diploid cells. നമ്മള് പ്ലാന്റിന്റെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിച്ചിട്ടുണ്ട്. ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അപ്പൊ അവിടെ രണ്ടിടത്തും എന്ത് നടക്കുന്നുണ്ട്? മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക കേട്ടോ. എം ഫേസ് ആണ് ഇനി അടുത്തത്. ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കാൻ പോവാണ്. പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കൊണ്ട് ആള് 2 ആവാൻ പോവാണ്. ഓക്കെ. എം ഫേസിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് കാരിയോകൈനസിസും പിന്നെ ഒന്ന് സൈറ്റോകൈനസിസും. എം ഫേസിലെ 2 സ്റ്റെപ്സ് ആണ് കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. ഇനി മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. കാരണം ഒരാളിൽ നിന്ന് 2 പേര് വരുന്നു. ഈ 2 ഡോട്ടർ സെൽസിലും ക്രോമസോം നമ്പർ പാരന്റിന്റെ പോലെ തന്നെയാണ്. പാരന്റ് 2n ആണെങ്കിൽ ഉണ്ടാകുന്ന 2 ഡോട്ടർ സെൽസും എങ്ങനെ തന്നെയായിരിക്കും? 2n ആയിരിക്കും. പാരന്റില് n നമ്പർ ഓഫ് സെൽസ് ക്രോമസോംസ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലും n number of chromosomes ആയിരിക്കും. So chromosome number is not getting changed, and that is why M phase or mitotic phase, mitosis, is otherwise called equational division. It is the most dramatic period since the number of chromosomes in the parent and progeny cells are the same. It's called equational division. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ന്യൂക്ലിയർ ഡിവിഷൻ, കാരിയോകൈനസിസ്. Then what? Cytoplasmic division, cytokinesis. Okay ആണോ? ഇനി എന്താണ്? നമ്മള് മൈറ്റോസിസിൽ 4 ഫേസ് പറയും. അതായത് മൈറ്റോസിസിൽ തന്നെ ന്യൂക്ലിയർ ഡിവിഷൻ കേട്ടോ. കാരിയോകൈനസിസ് ആണ് ആദ്യം പഠിക്കുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. പ്രൊഫേസ്. ഈ ഫേസുകൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഒനിയൻ റൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. ഫേസിന്റെ പേര് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? I mean, it should be very familiar to you. Prophase, metaphase, anaphase, telophase. ശരിയാണോ? ഡയഗ്രാം നോക്കാം. ഡയഗ്രാം നോക്കാം. വാട്ട് ചേഞ്ചസ് ആർ ഹാപ്പനിങ്. നമുക്ക് ഡയഗ്രാം കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിയറി വായിക്കാം. ഓക്കെ, സ്റ്റോറി പോലെ ഓർത്ത് വയ്ക്കാം. ഇന്റർഫേസ്
എം ഫേസ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്റർഫേസ് ആയിരുന്നേ. ഇന്റർഫേസിൽ എങ്ങനെ ഇരുന്നിരുന്നേന്ന് അറിയോ അവര്? ഞാനിപ്പോ ഇവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം പോലെ വരയ്ക്കാം. ഓക്കെ, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ആ സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതാണ് നമ്മുടെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജീനോം എന്ന് പറയുന്ന 46 ക്രോമസോം നമ്മുടെ കേസ് ആണെങ്കിൽ കേട്ടോ, ഇതുപോലെ എൻടാങ്കിൾ ചെയ്ത് ഒരു ത്രെഡ് പോലെയായിരിക്കും കിടക്കുക. വി കോൾ ഇറ്റ് ആസ് ക്രോമാറ്റിൻ. ഇതാണ് ഇന്റർഫേസിലെ അവസ്ഥ. അത് മാത്രമല്ല സെൻട്രോസോമിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടും ഉണ്ടാവും. ഞാനിപ്പോ സെൻട്രോസോമിനെ 2 സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണ്. ഇനി ഡിവിഷന്റെ സമയമാകുമ്പോ ഏർലി പ്രൊഫേസ്, ലേറ്റ് പ്രൊഫേസ്, ട്രാൻസിഷൻ ടു മെറ്റാഫേസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിയറിയിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. എന്തൊക്കെ മാറ്റാ വരുന്നത് നോക്കാം. പ്രൊഫേസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എംഫേസ്. ആ ത്രെഡ് പോലെ കിടന്നിരുന്ന ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി. കാണുന്നുണ്ടോ? അതായത് ഇങ്ങനെ കെട്ടുപടഞ്ഞു കിടന്നിരുന്ന ആൾക്കാര് ആ കെട്ടൊക്കെ മാറ്റി കണ്ടൻസ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ക്രോമസോം എന്ന് പറയുന്ന മോഡലിലോട്ട് ആവാൻ തുടങ്ങി. ഏറ്റവും പ്രൊഫേസിൽ നടക്കുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രോമസോമിന്റെ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ക്രോമസോം കണ്ടൻസേഷൻ. ഇനി അത് മാത്രമല്ല, ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ത് പറ്റണോ നോക്കി നോക്കിയേ. ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇത് ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലേ? അത് ബ്രേക്ക് ആവുന്നത് കണ്ടോ? ഇല്ലേ? ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നില്ലേ? സോ ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രേക്ക് ആവാൻ തുടങ്ങി. അത് ഓരോ പ്രൊഫേസിലോട്ടും ഒന്ന് നോക്കി നോക്കിയേ. ഏർലി പ്രൊഫേസിൽ ഇതാ ഇങ്ങനെ. ലേറ്റ് പ്രൊഫേസ് ആയപ്പോഴത്തേക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ ഓക്കെ അത്യാവശ്യം ബ്രേക്ക് ആയിട്ടുണ്ട്. DNA ക്രോമസോം കുറച്ചും കൂടി കണ്ടൻസ് ആയിട്ടുണ്ട്. മെറ്റാഫേസ് ആയിട്ടില്ല, മെറ്റാഫേസിലോട്ട് കടക്കുവാണ്. പ്രൊഫേസ് തന്നെ ഒരു പ്രോ മെറ്റാഫേസ് എന്നൊക്കെ പറയാവുന്ന ഒരു ഫേസ്. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി നോക്കിയേ. ക്രോമസോംസ് അത്യാവശ്യം കണ്ടൻസ് ചെയ്തു കഴിഞ്ഞു. ന്യൂക്ലിയർ മെംബ്രെയിനെ നമുക്ക് കാണാനില്ല, കണ്ടോ? ന്യൂക്ലിയർ മെംബ്രെയിനെ നമുക്ക് കാണാനില്ല. ഇനി അത് മാത്രല്ല, ഇത് 2 സെൻട്രിയോൾ ആണ്. ഇവരെ ഒരുമിച്ചാണ് നമ്മൾ സെൻട്രോസോം എന്ന് പറയുന്നത്. ഇതുപോലത്തെ 2 സെൻട്രോസോം ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേഷൻ നടന്നത് എസ് ഫേസിലാണ്. ഇവിടെ നിന്നിരുന്ന ആൾക്കാര് ഇപ്പൊ ഈ 2 സെൻട്രോസോമും ഇവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പ്രൊഫേസില് ഒരാൾ ഇവിടെയും മറ്റാള് മറ്റേ പോളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടും 2 പോളിലോട്ടായിട്ട് കാണുന്നത്. ഇനി സെൻട്രോസോമിൽ നിന്നും ഫൈബർ പോലത്തെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഫൈബറുകൾ, ഇതിനെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയാം. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ക്രോമസോംസില് പിടിച്ചൊക്കെയാണ്. ക്രോമസോംസിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇത്രയും മനസ്സിലായോ? പ്രൊഫേസിൽ എന്തൊക്കെയാ നടന്നതെന്ന്? ത്രെഡ് ആയിട്ട് കിടന്നിരുന്ന ആൾക്കാർ ആ ത്രെഡിൽ നിന്ന് മാറി കണ്ടൻസ് ചെയ്യുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യുന്നു. ന്യൂക്ലിയോലസ് പോവും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോവും, ഗോൾജി കോംപ്ലക്സ് പോവും. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ പോയി സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്ത് ഈ ഒരു ഫോമിലോട്ടായിട്ട് മാറും. അടുത്ത ഫേസ് നോക്കിയേ, മെറ്റാഫേസ്. മെറ്റാഫേസിൽ എന്താ നടക്കുന്നത് നോക്കിയേ. ഈ എല്ലാ ക്രോമസോംസും കണ്ടോ, എല്ലാവരും വന്ന് ഏകദേശം മിഡിലായിട്ട് ഇക്വേറ്റർ എന്ന് പറയും, ഇക്വേറ്റർ അവിടെ വന്ന് അറേഞ്ച് ചെയ്തു. എല്ലാവരെയും ലൈനാക്കി നിർത്തിയത് കണ്ടോ? അത് എവിടെയാണ് നടക്കുന്നത്? മെറ്റാഫേസിൽ. ഈ പ്ലേറ്റിനെ മെറ്റാഫേസ് പ്ലേറ്റ് എന്നോ ഇക്വറ്റോറിയൽ പ്ലേറ്റ് എന്നൊക്കെ പറയും. ഇവരെ ഇങ്ങനെ സെന്ററിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. ഇപ്പൊ ഇതൊരു ക്രോമസോം ആണെങ്കിൽ ആ ക്രോമസോമിന്റെ ഒരു ക്രോമാറ്റിഡ് ഇത് രണ്ടാമത്തെ ക്രോമാറ്റിഡ്. നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ ക്രോമാറ്റിഡിലോട്ടും ഈ പോളിൽ നിന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബർ ഇവിടോട്ടും കണക്റ്റഡ് ആണ്. കണ്ടോ? ഈ സ്പിൻഡിൽ ഫൈബർ ഈ ക്രോമാറ്റിഡിലോട്ടും ഇവിടെ നിന്നുള്ളവര് ഇവിടെയും ഇതാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ്, ഈ പൊസിഷന്റെ പേര് നമുക്കറിയാം സെൻട്രോമിയർ എന്നാണെന്ന്. ഈ സെൻട്രോമിയറുമേ ഒരു പ്രോട്ടീൻ ഡിസ്ക് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. വാട്ട് ഇസ് ദ നെയിം? കൈനറ്റോകോർ അല്ലേ? ഈ കൈനറ്റോകോർമയ്ക്കാണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇതും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു വിച്ച് പാർട്ട് ഓഫ് ദി ക്രോമസോം? കൈനറ്റോകോർ ഓഫ് ദി ക്രോമസോം. കൈനറ്റോകോർ എന്നാണ് മോർ സ്പെസിഫിക്കലി കറക്റ്റ് ആയിട്ട് വരിക, സെൻട്രോമിയർ അല്ല. സെൻട്രോമിയറുമേ ഉള്ള പ്രോട്ടീൻ ആണ്
കൈനറ്റോകോർ. അതുമൊക്കെയാണ് സ്പിൻഡിൽ ഫൈബറിന്റെ കണക്ഷൻ വരുന്നത്. ഇനി അനാഫേസിൽ എന്താ പറ്റുന്നത് നോക്കിയേ. അനാഫേസിൽ എന്താ, ഈ ഭാഗത്ത് ഇങ്ങനെ സെൻട്രൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാര് സ്പ്ലിറ്റ് ആയി പോവാണ്. സ്പ്ലിറ്റിംഗ് എങ്ങനെയാ വരുന്നത് നോക്കിയേ. ഇതാ ഇങ്ങനെ നിന്നിരുന്നവരാണ് അല്ലെ. ഞാൻ ഒരാളെ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ നിന്നിരുന്നവരാണ്. ഇവര് സ്പ്ലിറ്റ് ചെയ്തിട്ട് ദാ ഈ ക്രോമാറ്റിഡ് ഇവിടോട്ടും മറ്റേ ക്രോമാറ്റിഡ് ഇവിടോട്ടും പോവാണ്. ശരിയല്ലേ? അതായത് ഇവര് രണ്ടുപേരെയും ചേർത്ത് നിർത്തിയിരുന്ന സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയി. സെൻട്രോമിയർ ആണ് രണ്ട് ക്രോമാറ്റിഡ്സിനെ ജോയിൻ ചെയ്ത് നിർത്തിയിരുന്നത്. So if centromere is splitting, what does it mean? The chromatids are getting separated. Chromatids separated ആയി. രണ്ടുപേരും രണ്ട് പോളിലോട്ടായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതാണ് അനാഫേസിൽ നടക്കുന്നത്. ടീലോഫേസിലേക്ക് എന്തായി? രണ്ടുപേരും രണ്ട് പോളിൽ എത്തിക്കഴിഞ്ഞു. ആക്ച്വലി പറയുകയാണെങ്കിൽ പ്രൊഫേസിന്റെ ഒരു റിവേഴ്സിംഗ് ആണ് ടീലോഫേസിൽ നടക്കുന്നത്. പ്രൊഫേസിൽ എന്തൊക്കെ സംഭവിച്ചു അതിന്റെ റിവേഴ്സിംഗ്. പ്രൊഫേസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ ചെയ്തു അല്ലെ. ക്രോമസോം കണ്ടൻസ് ചെയ്തു പ്രൊഫേസില്. ഇവിടെ ക്രോമസോം ഒക്കെ ഡീകണ്ടൻസ് ചെയ്ത് അത് വീണ്ടും ത്രെഡ് ലൈറ്റ് ഫോമിലോട്ട് മാറിയിട്ടുണ്ടോ. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തിരിച്ചു വരും, ഗോൾജി കോംപ്ലക്സ് തിരിച്ചു വരും, ന്യൂക്ലിയോളസ് തിരിച്ചു വരും. സോ പ്രൊഫേസിൽ എന്ത് നടന്നു അതിന്റെ ഒരു റിവേഴ്സിംഗ് ആണ് എന്ത് നടക്കുന്നത്? ടീലോഫേസിൽ നടക്കുന്നത്. സോ ഇത്രയും കഴിഞ്ഞപ്പോ ന്യൂക്ലിയർ ഡിവിഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അടുത്ത് നടക്കേണ്ടത് എന്താ? സൈറ്റോപ്ലാസം ഡിവിഷൻ ആണ്, സൈറ്റോകൈനസിസ് ആണ്. സോ സൈറ്റോപ്ലാസം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും രണ്ട് സെല്ലാവും. സോ എന്തായി? ഒരു പാരന്റ് സെല്ലിൽ നിന്ന് നമുക്ക് എത്ര ഡോട്ടർ സെൽസ് കിട്ടി? ഇപ്പോ 2 സെൽസ് കിട്ടി. രണ്ടുപേരുടെയും ക്രോമസോം നമ്പർ പാരന്റിന്റെ പോലെ തന്നെയാണ്. സോ ദാറ്റ് വിൽ ബിക്കം an equational division. ഇത്രയും ക്ലിയർ ആണോ നോക്കിയേ. നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്താണ്? ഇൻ വിച്ച് ഫേസ് does the centromere splitting occurs? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നത് എവിടെയാണ്? ഏത് ഫേസിലാണ്? പറയോ. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നത് ഇറ്റ്സ് ഇൻ അനാഫേസ്. If there is anybody, please reply. Okay, fine. So ഇതാണ് സംഭവം. ഇനി സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക. പ്രൊഫേസ് മെയിൻ നടക്കാൻ പോകുന്ന കാര്യം ക്രോമസോമൽ കണ്ടൻസേഷൻ. ക്രോമസോമൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ടേബിൾ ഉണ്ടാക്കുക ആൻഡ് റൈറ്റ് ഇറ്റ്. മിയോസിസിന്റെ ഒരു മെയിൻ പാർട്ട് ഞാൻ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ഈസി, സോ യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. What happens during prophase? Chromosome condensation occurs. Chromosome condensation. Chromatin മാറി ക്രോമസോം ഫോമിലോട്ടാവാൻ മാറുകയാണ്. ഈ സമയത്ത് ക്രോമസോംസിൽ എത്ര ക്രോമാറ്റിഡ് ഉണ്ട്? 2 ക്രോമാറ്റിഡ് ഉണ്ട്. രണ്ടുപേരും എവിടെ അറ്റാച്ച്ഡ് ആണ്? സെൻട്രോമിയറിൽ അറ്റാച്ച്ഡ് ആണ്. സെൻട്രോസോം എന്ന് പറയുന്ന സംഭവം അത് എസ് ഫേസിൽ അല്ലെങ്കിൽ ഇന്റർഫേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. അത് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാണ്. ഓരോ സെൻട്രോസോമിൽ നിന്നും ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചെറിയ ചെറിയ ഫൈബേഴ്സിനെ കാണും. അതിനെയാണ് എയ്സ്റ്റർ എന്ന് പറയുന്നത്. എയ്സ്റ്റർ ഇതിന്. അത് മാത്രമല്ല അവിടുന്ന് ക്രോമസോംസിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സും ഉണ്ടാകുന്നുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് മൈറ്റോട്ടിക് സ്പിൻഡിൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഫേസ് കഴിയുമ്പോഴത്തേക്കും, പ്രൊഫേസിന്റെ എൻഡ് ആവുമ്പോഴത്തേക്കും നമ്മൾ മൈക്രോസ്കോപ്പിക്കോടെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗോൾജി കോംപ്ലക്സിനെ കാണില്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കാണില്ല, ന്യൂക്ലിയോളസിനെ കാണില്ല, ന്യൂക്ലിയർ എൻവലപ്പിനെ കാണില്ല. ഒരുവിധം ആൾക്കാരൊക്കെ പോയി. ഓക്കെ, മെറ്റാഫേസില് കംപ്ലീറ്റ് ഡിസിന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മെറ്റാഫേസിലോട്ട് കയറിയെന്നാണ്. ഇനി ഈ സമയത്താണ് ക്രോമസോംസിന്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആയി അതിനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ക്രോമസോമിന്റെ മോർഫോളജി പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്റ്റേജ് മെറ്റാഫേസ് ആണ്
കാരണം നന്നായിട്ട് അത് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ഫോമിലോട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഇഫ് യു ഹാവ് ടു സ്റ്റഡി ദ മോർഫോളജി ഓഫ് ക്രോമസോം, ദ ബെസ്റ്റ് സ്റ്റേജ് ഇസ് മെറ്റാഫേസ്. മെറ്റാഫേസ് ക്രോമസോമിൽ എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത്? 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഹെൽഡ് ടുഗദർ ബൈ സെൻട്രോമിയർ. ഇതൊരു ക്രോമാറ്റിഡ്, ഇതൊരു ക്രോമാറ്റിഡ്. ഇവർ സെൻട്രോമിയറിൽ കണക്റ്റഡ് ആണ്. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി ഇവരുടെ സെൻട്രോമിയറിന്റെ സർഫസിലായിട്ട് ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് കൈനറ്റോകോർ. ഇവിടെയായിട്ടാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ പറയുവാണെങ്കിൽ നമുക്ക് പറയാം ക്രോമസോംസ് ഇക്വേറ്ററിൽ കിടക്കും. എങ്ങനെയാ കിടക്കുന്നത്? With one chromatid of each chromosome connected by its kinetochore to spindle fibers from one pole and its sister chromatid connected by its kinetochore to spindle fibers from the opposite pole. Arrangement എങ്ങനെയാണെന്ന് നോക്കുക. ഇങ്ങനെയല്ല ഇക്വറ്റോറിയലിൽ വന്ന് ഇങ്ങനെയല്ല അറേഞ്ച് ചെയ്യുന്നത്. പകരം എങ്ങനെയാണ്? രണ്ട് ക്രോമാറ്റിഡിന്റെ ഒരു ക്രോമാറ്റിഡ് ഒരു പോളിലോട്ടും മറ്റേ ക്രോമാറ്റിഡ് മറ്റേ പോളിലോട്ടും ആണ് കിടക്കുന്നത്. ആ പ്ലെയിൻ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ക്രോമസോമിനെ പറയുന്ന പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ്. അനാഫേസിലാവുമ്പോ മെറ്റാഫേസ് പ്ലേറ്റിലുള്ള ക്രോമസോം സ്പ്ലിറ്റ് ചെയ്യാണ്. രണ്ട് ക്രോമാറ്റിഡുകളായിട്ട് അവർ മാറുവാണ്. ഇനി ഓരോരുത്തരെയും നമുക്ക് ക്രോമസോം എന്ന് വിളിക്കാം. അതായത് ഇങ്ങനെ ഇവർ ഒറേഞ്ച് ആയിരുന്ന സമയത്ത് നമ്മൾ ഒരു ക്രോമസോം ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇവർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ക്രോമസോമും ഇത് വേറൊരു ക്രോമസോം ആയിട്ട് മാറി. ഓക്കെ, ദേ സ്റ്റാർട്ട് മൈഗ്രേറ്റിംഗ് ടു ഓപ്പോസിറ്റ് പോൾസ്. ഓപ്പോസിറ്റ് പോളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാണ്. ഇനി മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സെൻട്രോമിയർ എന്ന് പറയുന്നത് പോളിലോട്ടും ക്രോമാറ്റിഡിന്റെ ആം എന്ന് പറയുന്നത് ഇങ്ങനെ ലാഗ് ചെയ്ത് വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് പോകുന്നത്. സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് ഒക്കേഴ്സ് ഹിയർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രോമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. ടീലോഫേസിലാവുമ്പോഴത്തേക്കും ആ ക്രോമസോംസ് എല്ലാം ഓപ്പോസിറ്റ് പോളിലെത്തി ഡീകണ്ടൻസ് ചെയ്യാൻ തുടങ്ങി. പ്രൊഫേസിന്റെ റിവേഴ്സിലാണ് ഇവിടെ നടക്കുന്നത്. The individual chromosomes can no longer be seen. പകരം അവരെ ക്രോമാറ്റിൻ ആയിട്ട് കാണാൻ പറ്റും. ഇനി എന്താണ്? ന്യൂക്ലിയർ എൻവലപ്പ് റീഫോം ചെയ്യാൻ തുടങ്ങും. ന്യൂക്ലിയോളിസ്, ഗോൾജി കോംപ്ലക്സ്, ER ഒക്കെ റീഫോം ചെയ്യുവാണ്. നെക്സ്റ്റ് ഫേസ് സൈറ്റോകൈനസിസ് ആണ്. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും സൈറ്റോകൈനസിസ് നടക്കുന്നത് രണ്ട് തരത്തിലാണ്. ആനിമൽ സെല്ലില് ഇത് ആദ്യത്തെ നടക്കുന്നത് ഇത് ആനിമൽ സെല്ലാണ്, ഇത് പ്ലാന്റ് സെല്ലാണ്. ആനിമൽ സെല്ലില് സെൽ വോൾ എന്ന് പറയുന്ന ഒരു കവറിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ സൈറ്റോകൈനസിസ് നടക്കുന്നത്, ഇതൊരു സെല്ലാണെങ്കിൽ സൈറ്റോകൈനസിസ് നടക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫറോ ഫോം ചെയ്യും. ഓക്കെ, അതിനെ ക്ലീവേജ് ഫറോ എന്നാ പറയാം. ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് രണ്ടും രണ്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലീവേജ് ഫറോ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. എവിടെ? ആനിമൽ സെൽസിൽ. പക്ഷെ പ്ലാന്റ് സെല്ലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സെൽ വോൾ ഉണ്ട്, അതിന്റെ ഉള്ളിലാണ് സെല്ലിരിക്കുന്നത്. ഈ സെൽ വോൾ എന്ന് പറയുന്നത് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. അതിനെ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് പിഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ ക്ലീവേജ് ഫറോ അല്ല, പകരം സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുക. നിങ്ങളോട് ചോദിക്കാൻ പോവാ ആനിമൽ സെല്ലിലെ സൈറ്റോകൈനസിന് എന്താ ഫോം ചെയ്യുന്നത്? സെൽ പ്ലേറ്റ് ആണോ? നോ, ക്ലീവേജ് ഫറോ ആണ്. ഒരാൾക്ക് പുറത്തുനിന്നാണ് ഒരു ഡിപ്രഷൻ വന്നത് ഉള്ളിലോട്ട് പോകുന്നത്. പ്ലാന്റ് സെല്ലില് സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആദ്യം സെന്ററിൽ ഫോം ചെയ്യും. സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യും. അത് പിന്നെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സെല്ലിനെ രണ്ടായിട്ട് വരും. ഓക്കെ, സോ ഇൻ ആനിമൽ സെൽ ഒരു ക്ലീവേജ് ഫറോ വരും. കാരണം അവർക്ക് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് ഒരു ക്ലീവേജ് ഫറോ വരും. ദിസ് ഫറോ ഗ്രാജുവലി ഡീപ്പൻസ് and ultimately joins in the center, dividing cell cytoplasm into two. ഇതിൽ നോക്കിയാൽ മതി, ഒരു ക്ലീവേജ് ഫറോ വരും. അത് അൾട്ടിമേറ്റ്ലി സെന്ററിൽ വന്ന് രണ്ട് സെല്ലായിട്ട് മാറും. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഉണ്ടാകുന്നത് എന്താ? സെൽ പ്ലേറ്റിന്റെ ഫോർമേഷൻ ആണ്. അതിന് കാരണം അവർക്ക് സെൽ വോൾ എന്ന് പറയുന്ന റിലേറ്റീവ്ലി ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്ററിലാണ്. അത് പുറത്തോട്ട് വളർന്ന് എക്സിസ്റ്റിംഗ് സെല്ലിനെ ഡിവൈഡ് ചെയ്യും. The formation of new cell wall begins with the formation of a single precursor called mid-cell plate. The cell plate that represents the middle lamellae between the walls of two adjacent cells. Middle lamellae എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. രണ്ട് adjacent plant cellsനെ glue ചെയ്യുന്നതാണ് middle lamellae. ഈ സൈറ്റോകൈനസിന്റെ സമയത്ത് ഫോം ചെയ്യുന്ന സെൽ പ്ലേറ്റ് ആക്ച്വലി ഫ്യൂച്ചറിലെ മിഡിൽ ലാമെല്ല ആണ്. മിഡിൽ ലാമെല്ലനെ റെപ്രസെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ചില പ്ലാന്റ് സെൽസില്
ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, പക്ഷേ സൈറ്റോകൈനസിസ് നടക്കില്ല. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്? ദാ ഇവിടെയും വരെ നടക്കും, ടീലോഫേസ് വരെ എത്തി. ടീലോഫേസ് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു സെല്ലില് 2 ന്യൂക്ലിയസ് ഉണ്ടെന്ന്. ഇനി സൈറ്റോകൈനസിസും കൂടി നടക്കുമ്പോഴാണ് അത് രണ്ടായിട്ട് മാറുള്ളൂ. പക്ഷെ ഇവിടെ കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആവും, പക്ഷെ അത് കഴിഞ്ഞ് സൈറ്റോകൈനസിസ് നടക്കില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരു സെല്ലില് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് വരും. അതിനെയാണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിൻസൈഷ്യം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കുടിക്കുന്ന ടെൻഡർ കോക്കനട്ട് വാട്ടർ, അല്ലെങ്കിൽ ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട്. ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ടിൽ എന്താ സംഭവം? അതിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണത്. അതിന് കാരണം കാരിയോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ഇനി ഓൾറെഡി പറഞ്ഞു മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന്. എപ്പോഴൊക്കെയാണ് ഈ ഡിവിഷൻ നടക്കുന്നത്? മൈറ്റോസിസ് നടക്കുക ഗ്രോത്തിന്റെ സമയത്ത് നടക്കണം, റിപ്പയറിംഗിന്റെ സമയത്ത് നടക്കണം, റീപ്ലേസ്മെന്റിന്റെ സമയത്ത് നടക്കണം. ഓക്കെ. ഇനി ഇത് കൂടാതെ ഒരു സെല്ല് വലുതായിക്കൊണ്ടിരിക്കുവാണെങ്കിൽ സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ എണ്ണം ഒന്ന് തന്നെയും, പക്ഷെ സൈറ്റോപ്ലാസത്തിന്റെ കണ്ടന്റ് കൂടുകയും ചെയ്യും. അതായത് ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം റേഷ്യോ മാറും. ആ റേഷ്യോ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സെൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതായത് സെല്ല് വെറുതെ എൻലാർജ് ചെയ്ത് ഗ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ സൈറ്റോപ്ലാസം കണ്ടന്റ് കൂടുകയും ന്യൂക്ലിയസിന്റെ എമൗണ്ട് സെയിം ആയിട്ട് നിൽക്കുകയും ചെയ്യും. സോ ആ റേഷ്യോയിൽ ബ്രേക്ക് വരും. ആ റേഷ്യോ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദി സെൽ ഹാസ് ടു ഡിവൈഡ്. സോ മൈറ്റോസിസിലെ ഗ്രോത്തിന് ആവശ്യമാണ്, റിപ്പയറിംഗിന് ആവശ്യമാണ്, റീപ്ലേസ്മെന്റിന് ആവശ്യമാണ്. പിന്നെന്താണ്? ഇതേപോലെ തന്നെ ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും മൈറ്റോസിസ് ഇസ് നീഡഡ്. ഇനി നാളത്തെ ക്ലാസ്സിൽ മിയോസിസ് പറയും. നിങ്ങളൊന്ന് മിയോസിസ് പഠിച്ചിട്ട് വരണം. പഠിച്ചിട്ട് വരിക ഇൻ ദ സെൻസ് വായിച്ചിട്ട് വരിക. ഇതിനുശേഷം ഐ വിൽ സ്റ്റാർട്ട് ഫോട്ടോസിന്തസിസ് ഓൾസോ ടുമോറോ. ഓക്കെ. മിയോസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങും കേട്ടോ. കാരണം മിയോസിസ് പെട്ടെന്ന് കഴിയും. അതിലൊരു ഫേസ് മാത്രമാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്, പ്രൊഫേസ് 1 എന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കിയൊക്കെ മൈറ്റോസിസ് പോലെ തന്നെയാണ് പോവുക. സോ ഐ വിൽ സ്റ്റാർട്ട് ഫോട്ടോസിന്തസിസ് ഓൾസോ ടുമോറോ. ഒന്ന് വായിച്ചിട്ട് വരിക ടു മേക്ക് ഇറ്റ് ഫാസ്റ്റ്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. താങ്ക് യു.